കോളേജിൽ ചേർന്ന അന്ന് മുതൽ ഞാൻ ഉപ്പാനോട് പറയുന്നതാ, എനിക്കൊരു ഐഫോൺ വാങ്ങിത്തരാൻ. ക്ലാസ്സിൽ എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉണ്ട്, എനിക്ക് മാത്രം ഇല്ലാത്ത. കല്യാണം ഉറപ്പിക്കുമ്പോൾ ഐഫോൺ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാനതിന് സമ്മതിച്ചു തന്നെ. നോക്കുമ്പോ ഇതെന്താ 10,000 രൂപയുടെ മുട്ടായി. എനിക്ക് വേണ്ട ഉപ്പായി കല്യാണം. മോളെ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ, അവൻ നല്ല ചെറുക്കനാ. കുറച്ച് പൈസ കുറവുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഉപ്പ, ഞാൻ ജനിച്ചത് ഒരു മിഡിൽ ക്ലാസ്സിലാ. കല്യാണം കഴിച്ചിട്ടെങ്കിൽ ഒരു പണക്കാരിയെ പോലെ ജീവിക്കാമെന്ന് ഞാൻ കരുതി. നിങ്ങളായിട്ട് തകർക്കല്ലേ. എന്റെ ക്ലാസ് പഠിക്കുന്ന പലരുടെയും നിക്കാഹ് കഴിഞ്ഞു, അവർക്കൊക്കെ ഐഫോണും കിട്ടി. അവരെ ഭർത്താക്കന്മാർ അവരെ പല സ്ഥലത്തും ടൂർ കൊണ്ടുപോകും. ഒരുപാട് വിലയുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, മേക്കപ്പ് സെറ്റ് വാങ്ങിക്കൊടുക്കും. അവളുടെ ഒക്കെ അക്കൗണ്ടിൽ 1000 രൂപ ഇട്ട് കൊടുക്കും. അതൊക്കെ കാണുമ്പോൾ കൊതിയാവുക. എനിക്കും ജീവിക്കണം അങ്ങനെ. ഉപ്പ എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചതാ. ഒന്നുമില്ലാത്തവനെ കെട്ടി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ. ക്ലാസ്സിലുള്ളവരുടെ മുമ്പിൽ ഞാൻ നാണം കെടും. അവൻ വന്നു തന്നെ ഓൾട്ടോ കാറില്ല. എനിക്ക് വേണ്ട ഇത്. മതി മതി, ഉപ്പ അവരോട് പറഞ്ഞോളാം. മോള് റൂമിലേക്ക് പോക്കോ, നിനക്കിഷ്ടമല്ലോ വേണ്ട, അത്ര തന്നെ. അവള് റൂമിലേക്ക് പോയി. അവളുടെ ഉപ്പ അവനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. നോക്കുമ്പോ കട്ടാകാതെ കിടക്കുന്ന ഒരു കോള്. അത് അവന്റെ ഉപ്പയായിരുന്നു. അവളുടെ ഉപ്പ ഹലോ എന്ന് ചോദിച്ചപ്പോ ഇടറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, ഞാനെല്ലാം കേട്ടു. ഞങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞോളാം റഫീക്ക, മോളോട് പറഞ്ഞേക്ക്. പിന്നൊരു കാര്യം പറയട്ടെ, എന്റെ മോന്റെ കയ്യിൽ പണം കുറവാണെങ്കിലും സ്നേഹം ഒരുപാടുണ്ട് കേട്ടോ. തരക്കേടില്ലാത്തൊരു ജോലിയുണ്ട്. അത് മതി ഒരു കുടുംബം നോക്കാമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഞങ്ങൾക്ക് തെറ്റി. ആദ്യത്തെ പെണ്ണാണല്ലായിരുന്നു ഇത്. സാരില്ല, അവന്റെ പെണ്ണ് ഈ ലോകത്ത് എവിടെയെങ്കിലും കാണും. പിന്നെ കാർ ഓൾട്ടോ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷാ. അപ്പൊ ശരി റഫീക്ക. അയാൾ കോള് കട്ട് ചെയ്തു. ഇതൊരു കഥയല്ല, ചുറ്റിലും നടക്കുന്ന ഇതൊക്കെയാ. പണം ഉണ്ടെങ്കിൽ വിലയുണ്ടാവും, ഇല്ലെങ്കിലോ